ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ തായ്ലൻഡിലെത്തി. ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന് നേരെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹോട്ടൽ ചെക്ക് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് എ സെക്കൻഡ്, ഒരു കാര്യം കാണിച്ചു തരാവേ. ഹായ്, നമസ്തേ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ടൈഗേഴ്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ, കൂടുതലും ടൈഗേഴ്സ് ഉള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ ഒന്ന് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി ഞാനും വേദയും ചൂടെടുത്ത് സ്റ്റീം ബാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ടുണ്ട്. ഇനി റൂമിൽ ചെന്നിട്ടാണ് ബാക്കി ഫ്രഷപ്പ് ഏരിയല്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാവേ. ഇന്നെങ്കിലും കുറച്ച് കാര്യമായിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരിതിൽ ഞാൻ ഫസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാവേ. ഉപ്പുണ്ട്, പച്ചമുളകുണ്ട്, ചട്നിയുണ്ട്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ, എന്താണ് അറിയില്ല. സാലഡ്സ് ഉണ്ട്, അല്ല വിനീഗറാണെന്ന് തോന്നുന്നു. ഉപ്മ ഉണ്ട്, ഉപ്മ കണ്ടിട്ട് കൊള്ളില്ല. പൂരിയുണ്ട്, നോർത്ത് ഇന്ത്യൻ കേട്ടോ. ദെൻ മട്ടർ മസാല, കടലക്കറി, ദെൻ മസാല റൈസ് ഉണ്ട്, സാമ്പാർ, വട, ലൈം ജ്യൂസ് ഉണ്ട്, ചട്നി, പറാത്ത, ദെൻ കട്ട് ഫ്രൂട്ട്സ്, ഓട്സ് ഉണ്ട്, കോഫി, വാട്ടർ. എന്ത് ഒന്നും വേണ്ടേ? നീ എവിടെ പോയത്? ഞാൻ ഒരു പറാത്ത എന്ന് പറഞ്ഞെടുത്തതാട്ടോ, 2 എണ്ണം ആയിപ്പോയി. പിന്നെ കുറച്ച് ഉപ്മാവും മസാല റൈസും ഒരു വടയും എടുത്തു. പിന്നെ സാമ്പാറുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, കൊള്ളാമെന്ന് അച്ഛൻ പറയുന്നു. ചട്നി ഉണ്ട്, ഗ്രീൻ പീസ് അറിയുണ്ട്, ദോശ, നല്ല മുരിങ്ങ ദോശ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല കേട്ടോ, ഇപ്പോഴാണ് കണ്ടത്, അവിടെ ലൈവായിട്ട് ചുടുന്നുണ്ട്. പിന്നെ ചായ എടുത്തേ, കഴിച്ച് നോക്കാം. വേദയ്ക്കൊന്നും കോൺഫ്ലെക്സ് ഒക്കെ പ്രതീക്ഷിച്ച് വന്ന വേദയാണ്. ദോശയുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. ഉപ്മാവ് കൊള്ളാം. ലെമൺ റൈസ് മസാല റൈസ്. പൊറോട്ട കൊള്ളില്ല എന്ന് വേദ പറയുന്നുണ്ടു. വേണേ കഴിക്കട്ടെ, നീ ദോശ കഴിയും. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഉച്ച മുതൽ ഇനി അങ്ങോട്ട് തായ്ലൻഡ് ഫുഡായിരിക്കും, തായ് ഡിഷസ് ആയിരിക്കും. നമുക്കിനി ടൈഗേഴ്സിനെ കാണാൻ പോവാം. ഇവിടെ വരാൻ കൂട്ടാനൊന്നുമില്ലടാ. നമ്മുടെ അകത്ത് എന്താ പറയുന്നല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിൽ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു സൈഡിലായിരുന്നു, കണ്ടില്ല. തായ്, അവരുടെ റൈസ് സൂപ്പ് പോലൊരു സാധനം. അപ്പോൾ നമ്മളിനി ടൈഗറിനെ കാണാം അല്ലേ. ഇതെന്തോന്ന് വേദ? ഒന്നുകൂടെ കാലുപോയി. അവള് തായ്ലൻഡിൽ വന്നപ്പോൾ തായ് സ്റ്റൈലൊക്കെയാണ്. ശനിക്ക് വയ്യ. ഓ, അതൊക്കെ എല്ലാവർക്കും അറിയാം, വലിയ ഷോ ഒന്നും വേണ്ട. ടൈഗർ സൂവിലേക്കുള്ള എൻട്രി 9 മണിക്കാണ്. 8:30 മണി ആയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു സുഖമില്ലൊട്ടൊന്നും, ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഭയങ്കര ക്ഷീണവും. ഇനി റൂമിൽ പോയി ഒന്ന് ഉറങ്ങി ഫ്രഷായി വന്നാലൊരു സുഖം ഉണ്ടാവുള്ളൂ. വീഡിയോ ഞാനായിട്ട് കുറയ്ക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്തായാലും മാക്സിമം എടുക്കാം. ഫോണ് ചാർജ് കുറവ്, ചാർജ് ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അങ്ങനെ 9 മണി ആയിട്ടുണ്ട്. അടുത്ത് 2 കാലം ഫുള്ളായാ? അയ്യോ, രാവിലെ മുതൽ വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇനി വേറെ വണ്ടി ഇല്ലേ? ഓപ്പൺ ചെയ്തു. ആദ്യമേ ഇപ്പം വന്ന ആൾക്കാരെല്ലാം കയറിപ്പോയി. ആദ്യമേ വെയിറ്റ് ചെയ്യണം നമ്മളിവിടെ. സൺഗ്ലാസ് പോലും ഇല്ല, ഭയങ്കര വെയിലും ചൂടും ഒക്കെ ഉണ്ടല്ലേ. ഹാറ്റ് എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഇനി റൂമിൽ പോയാലേ ശരിയാവും. എൻ്റെ മൂന്നൊരു വെയില്. സൺഗ്ലാസ്സും ഇല്ല, സൺസ്ക്രീൻ ഇട്ടില്ല. തൊപ്പിയുണ്ട്, സൺഗ്ലാസ് ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്. ഈ വക സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ടൈഗേഴ്സിനെ കാണുമ്പോൾ ഒരു ആശ്വാസം. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ കുറച്ച് സമയം അകത്തിരുന്നേ. ആ കഴിച്ചുകൊണ്ടിരുന്ന ആ ഗ്ലാസ് വഴി കാണാം ടൈഗർ ഇങ്ങനെ പോണത്. ഇവിടുത്തെ ടൈഗറിന് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മള് മനുഷ്യരെ തിന്നാനുള്ള ആൾക്കാരാണ് ടൈഗർ.
തിരിയാൻ പറ്റൂലായിരിക്കോ? നമ്മള് താജ്മഹലിൽ പോയവരുണ്ട് കേട്ടാ. അല്ലേ ഇവിടത്തെ ടൈഗറിന് അറിഞ്ഞുകൂടായിരിക്കും അത് കാട്ടിലെ മൃഗമാണ്, മനുഷ്യരെ തിന്നുന്നൊക്കെ ഉള്ളത്. ആ ഇവിടെ ഇവിടത്തെ ടൈഗറാണ് പുലിമുരുകൽ വന്നേന്ന് അച്ഛൻ പറയണത് ശരിയാണോ? ആ പുലി കാരണം അത് പാവല്ലേ. ഇത്ര ഉള്ളോ? ബാക്കി നടക്കണമായിരിക്കും. അയ്യേ ക്രൊക്കോഡൈൽ. നമ്മളെല്ലാം താങ്ക്സ് ഒക്കെ പറയണം കേട്ടോ. അതൊരു നോ വേർ ഈസ് ബേബി ക്രൊക്കോഡൈൽ. ഫോട്ടോയ്ക്ക് പൈസ എഴുതി വെച്ചേക്കണേട്ടാ. ക്രൊക്കോഡൈലിന് ഫീഡ് ചെയ്യണേന് ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ. ഇനി എല്ലാരും റൂമിൽ പോയി ഫ്രഷ് ആവാതെ ഒരു ഉറക്കം ഉറങ്ങിയ ഉറക്കത്തിന്റെ ഒരു ഇത്. ഓ അപ്പൊ ഞാനും അടിക്കും ബിയർ. വാക്ക് വിത്ത് ടൈഗർ, ടേക്ക് ഫോട്ടോ. നമ്മള് ഫോട്ടോ വിത്ത് ബിഗ് ടൈഗറിനാണ് പാസ് എടുത്തത്. ഇതൊക്കെ പെയ്ഡാണ്. എവിടെ സ്കോർപിയോ? ഓ ഫോട്ടോ എടുക്കണം അത് ടൈഗറുമായിട്ട്. സ്കോർപിയോൺ ക്വീൻ ഇതൊക്കെ എന്തോന്നടേ? നീ ടൈഗറിന്റെ ഫോട്ടോ എടുക്കാനല്ലേ? അയ്യോ നമ്മള് ടൈഗറിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ പോണു. കയറാൻ പറഞ്ഞ ആ കയറി. അച്ഛ ഇതാ ടൈഗറുമായിട്ട് മൽപ്പിടുത്തം പിടിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റക്കായി പോയി. അവര് നമ്മളെ ഫോണിൽ ഫോട്ടോ എടുത്തായിരുന്നു. ഞാൻ പോവാ. വാക്കിംഗ് വിത്ത് ടൈഗർ ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ടെമ്പററിലി ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് നടന്നു നോക്കുന്നു. ഞാനാ ഫസ്റ്റ് Sit. Yes. Come, hold you. Touch tiger. Touch. Yeah. Look at like Smile, smile, smile. No complaint, no complaint, no complaint. Sit down, you take a sleep, no complaint. Touch. Look at like No complaint. Okay. Thank you. ഓടാ. เสียบัตรฟรีเลยมึงเลยไม่ถ่าย അയ്യോ ആ സോറി ഫോട്ടോ. ไม่ถ่ายจริงผมขับแล้ว നീങ്ങിയിരിക്കെ. എടാ ഒന്നും ചെയ്യൂല. ഇങ്ങനാണ്. Same phone. അടിച്ചാ അതൊന്നും ചെയ്തില്ല.
അതൊന്നും ചെയ്യൂല. ഒരു ഫോൺ എടുത്തിട്ടാ. ഓ ഫോൺ സെയിം ഫോൺ. അയ്യോ പാവാടി എടുത്തു. പാവല്ലേ, നമ്മൾ ആനയൊക്കെ ചെയ്യും പോലെ ആ ലയണിനെ അവർ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. പാവം. സോറി, ടൈഗറിനെ ദേഷ്യം അത് ഉപദ്രവിക്കുന്നുണ്ട്. പോ ഒന്നും ചെയ്യുന്നു. നമ്മള് നാട്ടിൽ ആനയൊക്കെ ഉപദ്രവിക്കും പോലെ അതിനെ ഉപദ്രവിക്കുന്നു. അതൊന്നും ചെയ്യൂല. പിടി വേണ്ട. എന്നാ വരട്ടണല്ല, അത് കരയണത്. ഇന്ന് നിന്റെ മമ്മിയുടെ കാര്യം മിക്കവാറും തീരുമാനമാകും കേട്ടാ. എല്ലാരും വിറപ്പിക്കണം. നിന്റെ മമ്മി ചെന്നിരിക്കണം നോക്ക് ടൈഗറിന്റെ ഫ്രണ്ടില്. അങ്ങനെ ഇഷ്ടമല്ലാത്തുണ്ട്, പേടിച്ചിട്ടില്ല. ഇതില് വീഡിയോ എടുക്കണം അവര്. അതിന്റെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത്. കരിക്ക് വെട്ടണം. ഇവിടുത്തെ കരിക്ക് ഭയങ്കര സൂപ്പർ എന്നാണ് പറയണത്. ഒന്ന് കുടിച്ചാലോ എല്ലാവർക്കും ക്ഷീണവും മാറും. Five tender coconut. Just pee. 5. Normal. How much for one? 80. Huh? 80. เป็นล่มเพื่อกับย่างบ่เบิ่งอีหลีเพื่อกับยื้อให้ Thank you. สีลมใส่นี่เอาได้ไงนี่สิเราได้กี่จ้อง ഇത് സ്വീറ്റ്. അത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ അത് കണ്ടില്ല. അതാണ് മാച്ചുകുടി. അല്ലേ കഴിക്കും. 400 บาทซื้อถ้าจะไทยค่ะนะ One more. เอาถือเอา വാങ്ങിച്ചു. ഇതാണ് ഇവിടെ തായ്ലൻഡ്. ഭയങ്കര ടേസ്റ്റാണ് കരിക്കെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, നല്ല സ്വീറ്റ് ആയിരുന്നു വെള്ളം. തിരിച്ചാരല്ലേ തന്നല്ല. ദോ ഇരിക്കുന്നു. ആ ഭയങ്കര സ്വീറ്റാണ് കരിക്കിൻ്റെ വെള്ളം. കരിക്കൊരു കാശിന് കൊള്ളില്ല കേട്ടോ. തേങ്ങ കണക്കിരിക്കുന്ന കരിക്ക്. മധുരമുണ്ട്, പക്ഷേ അല്ലാതെ പറഞ്ഞ ടേസ്റ്റ് ഒന്നും. എന്താ മുകളിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യണം തോന്നണ കേട്ടാ. ഓ ഇതൊക്കെ ഉണ്ടാ ആ ബാസ്ക്കറ്റിൽ അവരെന്തോ മീറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതിനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടണമായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. അതിലിങ്ങനെ ഷൂട്ട് ചെയ്യണം. ഓ പറഞ്ഞു നോക്ക്. തടിയും കേട്ടാ. പുലിമുരുകൻ്റെ പുലിയാണ്ടത്. ഇത് കുഞ്ഞൻ തന്നെ മീഡിയം. ഇവിടെ എല്ലായിടത്തും പൈസ കൊടുത്ത് ഫോട്ടോ എടുക്കണം. ആവശ്യത്തിനൊരു ഫോട്ടോ എടുത്തല്ല, അത് മതി. വരട്ടെ അച്ഛൻ തന്റെ ലയൻ്റെ ടൈഗറിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എന്താ വാക്ക് വിത്ത് ലയൺ കൊള്ളാം കേട്ടാ. ലയൺ സൂപ്പർ. നമ്മുടെ സൂലും ഉണ്ടടേ ലയൺ. സിംഹവും സിംഹിനിയും ഉണ്ട്. ഇത് ഗേൾ അല്ലേ? നല്ല ക്യൂട്ടല്ലേ? നല്ല രസമുണ്ട് കേട്ടോ.
അതുകൊണ്ട് അതെന്തോന്ന് ഇത് ലൈനല്ല ഇത് വേറെന്തോന്നാ അയ്യോ ഇതിന് തീറ്റയായിരിക്കും ചിലപ്പം ആട് ഇതെല്ലാം ആട് ഫുഡിന് വേണ്ടിയിട്ടേക്കുന്നത് ഒറിജിനൽ ആ കണ്ടിട്ടൊരു ഒറിജിനാലിറ്റി ഉണ്ട് വഴി തീർന്നു തോന്നുന്നു ഇവിടെ പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യണ്ടേ അടുത്തിന് മസാജാണ് ഇവിടെ റോഡ് അവസാനിച്ചേട്ടാ അയ്യോ നോക്കടാ 650 ബാത്താ Offer for you ne. 260 This one is 650 അവിടെ അകലം വിട്ട് നിൽക്കാൻ. വേണ്ട വേണ്ട 650 എന്ന് രണ്ടുപേർക്ക് വേണ്ട ഇതിനും പൈസേ വേണ്ട റാബിറ്റ് മണി നോക്കടാ റാബിറ്റ് വെറൈറ്റി റാബിറ്റ് ചേട്ടാ അതുകൊണ്ട് നോക്ക് എന്റെ മോൻ തിരിക്കണോ നൂറ് രൂപ ഇവിടെ ഫുൾ ടൈഗേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ടൈഗറിൻ്റെ കൂടെ ഒക്കെ ഒരു ഫോട്ടോയുടെ നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ഉണ്ടാവും ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആവും കേട്ടോ ബേബി ടൈഗറിനെ ഫീഡ് ചെയ്യണതിന് 650 ബാത്ത് അതിന് ചെയ്യാത്തത് കൊണ്ട് വേറെ ഇങ്ങനെ പിണങ്ങി നടക്കുകയാണ് പിന്നെ ടൈഗർ ഷോ ക്രൊക്കഡൈൽ ഷോ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും ബാത്തുകൾ കൊടുക്കണം കുഞ്ഞു റാബറ്റിന് ഓരോ പീസ് ക്യാരറ്റ് കൊടുക്കുന്നതിന് 100 ബാത്ത് ഇത്രയുള്ള പീസ് കൊടുക്കുന്നതിന് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം കണ്ടു ഒന്നിനും ഫീഡ് ചെയ്തില്ല എന്ന് മാത്രം നമുക്ക് വന്നു ടൈഗർ ടോപ്പിയെ കണ്ടു നിറയെ ടൈഗേഴ്സിനെയും ലയനെയൊക്കെ കണ്ടു തിരിച്ചു പോകുന്നു അടുത്തിനി എവിടെയാന്നുള്ളത് വഴിയെ കാണാം വന്ന അതേ വാഹനത്തിൽ കയറി നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമുക്ക് മാത്രം ഒരു വെഹിക്കിൾ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ തിരിച്ച് നമ്മുടെ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത സ്ഥലത്തുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുവരേക്കും ടാറ്റാ ബൈ ഫോണിൽ ചാർജ് കഴിഞ്ഞു കേട്ടോ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല